സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വ്യക്തി സ്വാതന്ത്ര്യം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത്. ഞാനും എൻ്റേതും, ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ, എൻ്റെ സമ്പത്ത്, എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിരുകളില്ലാത്ത സങ്കല്പങ്ങളാണ് പുതിയ ലോകത്ത്. വ്യക്തി സ്വാതന്ത്ര്യം അത് ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അത് മൗലിക അവകാശമാണ് എന്ന വാദമാണ് ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റേതും, ഇത് മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ എന്ത് പറയുമ്പോഴും ഞാൻ എന്ന് പറയില്ലേ? എൻ്റേത് എന്ന് ചേർത്ത് പറയുമ്പോൾ എന്ത് പറയുമ്പോഴും വല്ലാത്തൊരു സുഖമാണ്. പക്ഷേ ഖുർആനിക ചരിത്രത്തിൽ ആദ്യം ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആരാന്നറിയോ? ഇബ്ലീസാണ്. അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, ശ്രേഷ്ഠനാണ്. അന്ന് ഇബ്ലീസ് പറഞ്ഞില്ലേ, ഞാൻ ആദമിനേക്കാൾ ശ്രേഷ്ഠനാണ്, കാരണം ആദം മണ്ണ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഞാനോ തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതിനാൽ ഞാനാണ് ഉത്തമൻ എന്ന വാദം ഇബ്ലീസ് ഉയർത്തിയത് നമുക്ക് കാണാം. ഞാൻ എന്ന വാക്ക് തീരെ പറയരുത് എന്നല്ല, എന്നാൽ അതിൽ അഹംഭാവം വന്നുപെടാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ജാഗ്രത കൈക്കൊള്ളണം എന്ന് ഉണർത്തുകയാണ്. നമുക്ക് അങ്ങനെ അങ്ങ് സ്വന്തത്തിലേക്ക് ചുരുങ്ങാൻ കഴിയുമോ? ഞാൻ, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നടത്തുന്നത്, ഞാനാണ് പലതും നേടിയത്, അതുകൊണ്ട് എനിക്കെന്തുമാകാം എന്ന ചിന്തയിലേക്ക് നമുക്ക് സ്വയം ഒതുങ്ങാൻ കഴിയുമോ? അങ്ങനെ ഒരാൾക്ക് സ്വയം ഞാനായിട്ട് ജീവിക്കാൻ സാധിക്കുമോ? ആരെയും ആശ്രയിക്കാതെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളും, ആരും എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമാണോ? സാധ്യമല്ലല്ലോ. ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും പരസ്പര ആശ്രിതമാണ്. എല്ലാം അങ്ങനെയാണ്. ആകാശത്ത് നിന്ന് മഴ പെയ്തെങ്കിലേ ഭൂമിയിൽ സസ്യലതാദികൾ മുളയ്ക്കൂ. മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും ജീവജലം ലഭിക്കണമെങ്കിൽ മഴ വർഷിച്ചേ മതിയാകൂ. ഒന്ന് ശ്വസിക്കണമെങ്കിൽ, ഒന്ന് ഹൃദയമിടിപ്പ് സംഭവിക്കണമെങ്കിൽ, അതുപോലെ കൈകാലുകൾ ചലിപ്പിക്കണമെങ്കിൽ നാം എന്തിനെയൊക്കെ പരസ്പരം ആശ്രയിക്കേണ്ടി വരുന്നു എന്നോർത്തു നോക്കൂ. ഒരു മണി അരി നമ്മുടെ ഭക്ഷണമായിട്ട് നമ്മുടെ അകത്തേക്ക് ചെല്ലണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്ര കരങ്ങളുടെ പ്രവർത്തനം ഒരേ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഏതോ ഒരാൾ ഏതോ ഒരു വയലിൽ, കുട്ടനാട്ടിലോ ആന്ധ്രയിലോ എവിടെയോ ഒരു വയലിൽ വിത്തെറിയുന്നു, ആ മണ്ണ് പാകപ്പെടുത്തുന്നു, പിന്നീട് വളം ചേർക്കുന്നു, ജലസേചനം ചെയ്യുന്നു, പിന്നെ ഒരു ഘട്ടത്തിൽ മറ്റാരോ അത് കൊയ്തെടുക്കുന്നു, പിന്നെ ആരോ അത് ചാക്കുകളിൽ നിറയ്ക്കുന്നു, എന്നിട്ട് അത് അരിയാക്കി മാറ്റുന്നു, പിന്നെ ആരോ അത് മൊത്തക്കച്ചവടക്കാരിലൂടെ, പിന്നെ അത് ചില്ലറ കച്ചവടക്കാരിലൂടെ നമ്മുടെ വീട്ടുപടിക്കലെത്തുന്നു. അല്ലേ? എത്രയെത്ര കൈകളാണ്. എന്നിട്ട് നമ്മൾ പറയും ഞാൻ, എൻ്റെ സ്വാതന്ത്ര്യം. ഇത് എത്ര അബദ്ധമാണെന്ന് ഓർത്തു നോക്കൂ. മനുഷ്യൻ ഒരിക്കലും സ്വയം വ്യക്തിയായിട്ട് ഒതുങ്ങിക്കൂടാൻ കഴിയില്ലല്ലോ. അവൻ സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ കർമ്മത്തിലും സാമൂഹികമായ നിലപാടുകൾ പ്രതിഫലിച്ചു കൊണ്ടിരിക്കും. എന്ത് ചെയ്യുമ്പോഴും അത് മറ്റ് ജനങ്ങളെ, സമൂഹത്തെ മൊത്തത്തിൽ ഏതോ നിലയിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. അതില്ലാതെ വരുമ്പോൾ ലോകത്ത് അരാജകത്വമുണ്ടാകും. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങിപ്പോകും. എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഓർത്തു നോക്കൂ, ആ വാക്ക് എത്ര അബദ്ധമാണ്. ഈ ശരീരം നിൻ്റേതാണോ? നീ സൃഷ്ടിച്ചതാണോ? അല്ലല്ലോ, പടച്ചോൻ തന്നതല്ലേ. നിൻ്റെ മാതാപിതാക്കളല്ലേ അതിൻ്റെ നിമിത്തം. അതിനാൽ നിൻ്റെ ശരീരത്തിൻ്റെ ദൗത്യം നിനക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. തീർച്ചയായും അത് തീരുമാനിക്കേണ്ടത് നിൻ്റെ സൃഷ്ടാവല്ലേ.
നിൻ്റെ ശരീരത്തിൻ്റെ പ്രയോജനങ്ങൾ സമൂഹത്തിന് കൂടി അനുഭവിക്കാനുള്ളതല്ലേ? നിൻ്റെ കുടുംബത്തിനും നിൻ്റെ മാതാപിതാക്കൾക്കും നിൻ്റെ മക്കൾക്കും അത് നന്മയായി ഭവിക്കേണ്ടതില്ലേ? അതേപോലെ തന്നെ നിൻ്റെ ഇണയ്ക്കും അതിൽ ഒരു പങ്കില്ലേ? എല്ലാം വിസ്മരിച്ച് എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു ലോകം. കാരണം അധികമൊന്നും ചിന്തിക്കാതെ ദേഹേച്ഛകളിലേക്ക് ഉൾവലിയുകയാണ് മനുഷ്യൻ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, വമൻ അളൽ, ഏറ്റവും വഴികേടിലായവൻ ആരുണ്ട്? മിമ്മനിത്തബഅ ഹവാ, സ്വന്തം ഇച്ഛയെ, ദേഹേച്ഛയെ പിൻപറ്റുന്നവനേക്കാൾ. ബിഗൈരി ഹുദൻ മിനല്ലാ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്മാർഗം സ്വീകരിക്കാതെ കേവലം ഇച്ഛകളെ അവനവനെ പിൻപറ്റി ജീവിക്കുന്നവൻ എത്ര വഴികേടിലകപ്പെട്ടവനാണ് അള്ളാഹു ചോദിക്കുന്നു. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇത്തരം അതിക്രമകാരികളെ അള്ളാഹു ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല. അവർ സ്വയം മാറാൻ ചിന്തിക്കുന്നതുവരെ അവർക്ക് മാറ്റമുണ്ടാവുകയില്ല. വല്ലാത്തൊരു കാലമാണിത്. മുമ്പും ഇതുപോലെ സമൂഹം ചിന്തിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം. അങ്ങനെയാണല്ലോ സ്വവർഗാനുരാഗത്തിലേക്ക് മനുഷ്യർ ചെന്നുപെട്ടത്. ലൂത്ത് അലൈഹിസ്ലാമിൻ്റെ ജനതയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പുതിയ ചർച്ച എന്താണ്? 2 മുസ്ലിം പെൺകുട്ടികൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ കോടതിയെ സമീപിക്കുന്നു. വീട്ടുകാർ അതിന് എതിര് നിന്നപ്പോൾ കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി നൽകുന്നു. അവർ പ്രായപൂർത്തിയെത്തിയവരാണ്, 18 വയസ്സ് കഴിഞ്ഞവരാണ്. അതിനാൽ അവരുടെ കാര്യത്തിൽ അവർക്ക് സ്വയം തീരുമാനമെടുക്കാം. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്ന് പറയുന്നു. ഓർത്തു നോക്കൂ, നമ്മുടെ നിയമവ്യവസ്ഥയും ഭരണ സംവിധാനങ്ങളും സാമൂഹിക ബോധവുമൊക്കെ ആകെ മാറിമറിയുകയാണ് എന്ന് പറയേണ്ടി വരും. സ്വാതന്ത്ര്യം എന്നത് എന്തുമാകാനുള്ള അവകാശമാണോ? അങ്ങനെയല്ലല്ലോ. ചില അതിർവരമ്പുകൾ ഉണ്ടാകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില നാം തിരിച്ചറിയുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയും മഹത്വവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അല്ലാതെ വരുമ്പോൾ എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാകും. എന്നോടുകൂടി, എൻ്റെ ജീവിതത്തോടുകൂടി ഈ സമൂഹം തന്നെ ഇല്ലാതെയാവണം എന്ന് ആഗ്രഹിക്കും പോലെയാകും അത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചു പ്രാർത്ഥനാ വാക്യം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തക്കിൽനി, നീ എന്നെ ഏൽപ്പിക്കരുതേ, ഇലാ നഫ്സി, എൻ്റെ കാര്യം, തർഫത്തായീൻ, കണ്ണിമ വെട്ടുന്ന നേരം പോലും. അല്ലാഹുമ്മ ലാ തക്കിൽന ഇലാ അംഫുസിന തർഫത്തായീൻ, അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കയ്യിൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും ഏൽപ്പിക്കരുതേ എന്ന്. നമ്മൾ എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ മൂക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവ നമ്മുടേതാണോ? എൻ്റെ കണ്ണുകൊണ്ട് എന്ത് കാണണം എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അള്ളാഹു തീരുമാനിച്ചൊന്നിരിക്കട്ടെ, ഓ നിൻ്റെ കണ്ണാണല്ലേ, എങ്കിൽ നീ തന്നെ കണ്ണിന് കാഴ്ച നൽകൂ എന്ന്. അങ്ങനെ അള്ളാഹു തീരുമാനിച്ചാൽ നാം അന്ധരായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാൽ ഞാനും എൻ്റേതും എന്നുള്ള അമിതമായ ആഗ്രഹങ്ങൾ, അത്തരത്തിലുള്ള വാദങ്ങൾ തീർച്ചയായും മനുഷ്യനെ കൂടുതൽ അല്പത്വത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പുതിയ തലമുറ വിശേഷിച്ചും ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തമായ ലോകങ്ങൾ തേടി സഞ്ചരിക്കുകയാണ്. എൻ്റെ ശരീരം, എൻ്റെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അത് സൃഷ്ടിക്കുന്ന ഗുരുതരമായ വിപത്തുകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവേണ്ടിയിരിക്കുന്നു. പടച്ചതമ്പുരാൻ അവനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, എല്ലാ അനുഗ്രഹങ്ങളും അവനോടുള്ള നന്ദി പ്രകടനത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ, അവൻ്റെ ഇഷ്ടദാസന്മാരായി മാറുവാൻ, കേവല ഭൗതികതയുടെ അടിമത്തങ്ങളിൽ നിന്ന് വിമോചനം നേടുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.